ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അൻസി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡേ 4 നല്ല അസലായിട്ട് അണ്ടർ ഫ്ലോപ്പായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ ഒരു പണി കിട്ടി കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ 6 മണി തൊട്ട് ഞാൻ അലാറം വെക്കാറുണ്ട് എണീക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ 6 മണിക്കൊന്നും എണീക്കാറില്ല. 7 മണി 7:15 ആകുമ്പോഴാണ് സത്യത്തിൽ ഞാൻ എണീക്കുന്നത്. എണീറ്റിട്ട് ഞാൻ പോയി പെട്ടെന്ന് റെഡിയാവും. സെറ്റ് നമ്മൾ തല നനയ്ക്കുന്നില്ലല്ലോ രാവിലെ, ജസ്റ്റ് മേല് കഴുകുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ മേലൊക്കെ കഴുകിയിട്ട് സെറ്റായിട്ട് വന്ന് ഓക്കെ ഫ്രഷ് മേക്കപ്പൊക്കെ നമ്മൾ പോവും. അതാണ് സാധാരണ ഉണ്ടാകുന്നത്. അപ്പം നമുക്കൊരു 9:15 ആകുമ്പോഴാണ് ഞാൻ പോവാറ്. അപ്പം ഓക്കെയാണ്. ഇന്ന് എല്ലാം സെറ്റ് ചെയ്ത് ബുക്കൊക്കെ ഞാൻ രാവിലെയാണ് എടുത്ത് വെക്കാറ്. രാത്രി പഠിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതാനൊക്കെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് ഇവിടെ തന്നെ വെച്ചേക്കും. ഞാൻ ഒന്നെടുത്ത് ബാഗിൽ വെക്കാമല്ലോ. അപ്പോൾ പിറ്റേന്ന് രാവിലെയാണ് ഞാൻ ബാഗിൽ വെക്കുന്നത്. കാരണം സമയമുണ്ടല്ലോ. ഇതിങ്ങനെ ഇരുന്ന് കൊള്ളുന്ന ഓക്കെ. അപ്പോൾ സമയമുണ്ടല്ലോ. അപ്പോൾ ഞാൻ പിറ്റേന്ന് രാവിലെയാണ് നോക്കാറ്. പക്ഷേ ഇന്ന് പണി കിട്ടി എന്താണെന്ന് വെച്ചാൽ 7 മണിക്കൊക്കെ അലാറം വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ 7 മണിക്ക് അലാറം അടിച്ചപ്പോൾ ഞാൻ എഴുന്നേറ്റു കേട്ടോ. പക്ഷേ ഞാൻ വിചാരിച്ചു എന്താ ഒരു 7:30 ആകുമ്പോൾ എഴുന്നേക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അലാറം ഓഫ് ചെയ്തിട്ട് കിടന്നെയാണ്. പക്ഷേ ഞാൻ 8 മണിക്കൊക്കെ അലാറം ഉണ്ട്. എനിക്ക് അറിയില്ല, 7:30 അലാറം ഉണ്ട്. അപ്പോൾ 7 മണിക്ക് അലാറം ഓഫ് ചെയ്തിട്ട് കിടന്ന് ഞാൻ കണ്ണ് തുറക്കുന്നത് 8:15 കേട്ടോ. സമയം നോക്കിയപ്പോൾ 8:15 കേട്ടോ. ഞാൻ ഞെട്ടി. കാരണം ഞെട്ടി മമ്മ ഞാൻ ഞെട്ടി മമ്മ എന്ന് പറയുന്ന അവസ്ഥയായിരുന്നു. കാരണം ഞാൻ 8:15 കണ്ണ് തുറന്നിട്ട് ഞാൻ ജസ്റ്റ് നമ്മൾ അലാറം ഓട്ടോമാറ്റിക്കലി കണ്ണ് തുറന്നു ഞാൻ ഫോൺ ഓണാക്കി. സമയം നോക്കിയപ്പോൾ 8:17 എന്തോ ആയി. അയ്യോ, ഞാനൊരു ചാടി എണീറ്റിട്ട് പെട്ടെന്ന് പോയി ഫ്രഷായി സെറ്റായിട്ട് വന്ന്. അപ്പോൾ സത്യത്തിൽ ഇവിടെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. വിളിച്ചില്ല. സംഭവം ഞാൻ വരുന്നില്ല എന്ന് കരുതിയിട്ട് വിളിക്കാൻ ഞാനാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ പെട്ടെന്ന് പോയി പിന്നെ റെഡിയായി സെറ്റായിട്ട്. പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഞാൻ ആലോചിച്ച് പണി പാലും വെള്ളത്തിൽ കിട്ടുന്ന ഓൾറെഡി മനസ്സിലായി. പിന്നെ ഞാൻ ആലോചിച്ച് വീഡിയോ ഒക്കെ എടുത്തോണ്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെയും താമസിക്കും. അപ്പം ഞാൻ പിന്നെ പെട്ടെന്ന് പോയി താഴെ ഫുഡ് നോക്കിയപ്പോൾ ഫുഡ് അതിന് ഇന്ന് ഫുള്ള് തന്നെ രാവിലെ ഫുള്ള് ശോകമായിരുന്നു കേട്ടോ. കാരണം ഫുഡ് പോയി നോക്കിയപ്പോൾ ലെമൺ റൈസ് എനിക്ക് ഇവിടെ വന്നിട്ട് തീരെ പറ്റാത്തൊരു ഫുഡ് എന്താണെന്ന് ചോദിച്ചാൽ ലെമൺ റൈസ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ പേടിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ ലെമണാണ്. പക്ഷെ അത് ചില സമയത്ത് ഭയങ്കര പുളിയായിരിക്കും, ചില സമയത്ത് പുളി കാണത്തില്ല, ചില സമയത്ത് അങ്ങനെ പുളി കാണത്തില്ല. അപ്പം പുളിയെന്ന് വെച്ചാൽ നാരങ്ങയുടെ ആ ഒരു പുളി. അപ്പം എനിക്കത് ഇഷ്ടമില്ല. പക്ഷേ അപ്പം ഞാൻ താഴെ ഇറങ്ങി ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ലെമൺ റൈസ് പക്ഷെ കഴിക്കാതെ പോകാൻ പറ്റില്ല. കാരണം ഇന്നലെ രാത്രി നമ്മളൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും കഴിച്ചേ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ ഞാൻ ചായ ഉണ്ടായിരുന്നു, ചായ എടുത്ത് ലെമൺ റൈസ് കുറച്ചെടുത്ത് എങ്ങനെയൊക്കെയോ അത് കഴിച്ചു. പിന്നെ ഇന്ന് പുളിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കഴിക്കാൻ വലിയ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഞാൻ കഴിച്ചിട്ട് പെട്ടെന്ന് പോയി. അപ്പം ഞാൻ തിരിച്ചു വന്നു. ഞാൻ തിരിച്ചു വരണ വഴിയിൽ റോഡ് സൈഡ് കുറച്ചെടുത്തിട്ടുണ്ട്, അതേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ വന്നു ഫുഡ് കഴിച്ചിട്ട് കയറിട്ടോ. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം ഞാൻ അധികം ഒന്നും കഴിച്ചില്ല ലെമൺ റൈസ്. ഞാൻ പറഞ്ഞു എനിക്കിഷ്ടമല്ല. പിന്നെ ഞാൻ പറഞ്ഞു കഴിക്കാം, ഓക്കെ പുളിയില്ലാത്തത് കഴിക്കാം എന്നുള്ളൊരിതേ ഉള്ളൂ. കാരണം വിശന്നാൽ പുല്ലും തിന്നുന്ന പറഞ്ഞ അവസ്ഥയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ അത് കഴിച്ചു. എന്നിട്ട് അതുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞ വഴിയെ കൈയൊക്കെ കഴുകി സെറ്റാക്കി. അവിടെ നമുക്ക് താഴെ തന്നെ എല്ലാത്തിനുള്ള ഇതുണ്ട് കേട്ടോ, മോളി വരണമെന്നൊന്നുമില്ല. അപ്പം അവിടെ തന്നെ എല്ലാത്തിനുണ്ട്. ഞാൻ കൈ കഴുകിയിട്ട് നേരെ അവിടെ തന്നെ ഞാൻ പ്ലേറ്റും അവിടെ തന്നെ കേട്ടോ വെക്കുന്നത്. ഒരു പ്ലേറ്റ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പ്ലേറ്റും കൈയൊക്കെ കഴുകി സെറ്റാക്കി ചോറൊക്കെ എടുത്ത് കഴിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അതുവരെയുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഡേ 4 എന്ന് പറയുന്നൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് പോലായി കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വന്നു. ഇനി എൻ്റെ ഫുൾ ഉറക്കമാണ്. നിങ്ങൾ ആലോചിക്കും, ഇന്നലെ ഫുൾ ഉറക്കം. ഞാൻ ഉറങ്ങും കേട്ടോ. ഒരു 7:30 വരെയൊക്കെ ഞാൻ ഉറങ്ങി. അസൈൻമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഉറങ്ങാറില്ല കേട്ടോ. അസൈൻമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഞങ്ങളൊന്നും ഉറങ്ങാറില്ല. കാരണം അസൈൻമെൻറ്റ് ചെയ്യണം. ഇപ്പം എന്തായാലും അസൈൻമെൻറ്റ് കുറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഈ തീരെ ഇല്ല എന്ന് വേണം പറയാൻ. ഇപ്പം അസൈൻമെൻറ്റ് ഇല്ല. കുറച്ച് ഞാൻ ഉച്ച വരെ ആക്കിയതിന് ശേഷം എനിക്ക് തോന്നുന്നു 1-2 ഡേയിലെങ്ങാണ്ടേ ഉള്ളായിരുന്നു. ആ തുടങ്ങിയ 2 ഡേയിൽ എന്തുള്ളായിരുന്നു അസൈൻമെൻറ്റ്. അത് കഴിഞ്ഞ് പിന്നെ അസൈൻമെൻറ്റ് ഇതുവരെ തന്നിട്ടില്ല. അതുകൊണ്ടൊരാശ്വാസം. പിന്നെ ഉള്ള കുറച്ച് നോട്ട്സേ ഉള്ളൂ, അതും എഴുതുക, പിന്നെ അതൊന്ന് നോക്കുക, അത്രയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ അസൈൻമെൻറ്റ്സ് വരുമ്പോഴായിട്ട് നമുക്ക് ഓവർലോഡായിട്ട് തോന്നുന്നത്. പിന്നെ നോട്ട്സ് ഉണ്ട്, എന്നാലും അത് നമുക്ക് എഴുതി തീർക്കാം. കുഴപ്പമില്ല. എന്നാലും പക്ഷേ ഈ നോട്ട്സിൻ്റെ കൂടെ അസൈൻമെൻറ്റ് വരുമ്പോൾ ഓവർലോഡാവും. അപ്പോൾ ശരിക്കും നമ്മൾ ടയേർഡാവും. ഏതോ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു വെളുപ്പിന് 4. കാരണം നമുക്ക് നോട്ട്സും ഉണ്ട്, അസൈൻമെൻറ്റ് മാത്രമല്ല നോട്ട്സും ഉണ്ടല്ലോ. അപ്പം നല്ല രസമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ അസൈൻമെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് ആണ് കേട്ടോ ഞാൻ 7:30 വരെയൊക്കെ കിടന്ന് ഉറങ്ങുന്നത്. അല്ലെങ്കിൽ ഞാൻ 7:30 വരെ ഒന്നും ഉറങ്ങിയാൽ പണി കിട്ടും. പിറ്റേ ദിവസം അസൈൻമെൻറ്റ് വയ്ക്കാൻ പറ്റത്തില്ല.
അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ അസൈൻമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൽ ടെൻഷൻ അടിക്കണ്ട. പിന്നെ അസൈൻമെൻറ്റ്സ് ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ നോട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളു. അതൊക്കെ നമ്മൾ ഒരു 8:30-9 ആ ഫുഡ് കഴിച്ചിട്ട് വരുന്ന സമയത്തോ ഫുഡ് കഴിക്കുന്നതിന് മുമ്പൊക്കെ എഴുതി വെച്ചിട്ട് പോകും. പിന്നെ അന്നേരം നോക്കും, എടുത്തിട്ട് കിടന്നുറങ്ങും. അങ്ങനെ വലിയ റിസ്ക് ഉള്ള പരിപാടിയൊന്നും അല്ലല്ലോ. പഠിക്കുക എന്ന് വെച്ചിട്ട് റിസ്ക്കാണ്. നോട്ട്സ് പിന്നെ നമ്മൾ നോട്ട്സ് എഴുതുമ്പം വായിക്കും, അങ്ങനെ ഇതൊക്കെ വയ്ക്കും. പിന്നെന്താ, എനിക്കൊരു സ്റ്റഡി വ്ളോഗ് ചെയ്യണം എന്നുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് ചെയ്യാം. അങ്ങനെ ചാനലിൻ്റെ തുടക്കം ആയതുകൊണ്ട് കുറേ കണ്ടൻസ് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ പിന്നെ എനിക്ക് സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കുറേ കണ്ടൻസൊന്നും ചെയ്യാൻ പറ്റില്ല. കുറേ ഇങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ട്. പക്ഷേ സ്റ്റാൻഡില്ലാത്തതൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഞാൻ വാട്സ് ഇൻ മൈ ബാഗ് ചെയ്തതുപോലെ എവിടെയെങ്കിലും അതുപോലെ അവിടെ അങ്ങനെ സെറ്റ് ചെയ്തിട്ട് പറ്റുവാണെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും എല്ലാ വീഡിയോസും. പിന്നെ എന്നോട് ID ഞാൻ മറന്നു കേട്ടോ. ഏതൊരു ഇതിന് കുറച്ച് വീഡിയോസിന് മുമ്പത്തൊരു വീഡിയോയിൽ എനിക്ക് കമൻറ്റ് ഇട്ടായിരുന്നു എന്നെപ്പറ്റി എൻ്റെ ഫാമിലിനെ പറ്റിയും കൂടുതൽ പറയാനുണ്ട്. പിന്നെ ഞാൻ ഒരു വീഡിയോസിലും ആളെ കണ്ടിട്ടില്ല, കമൻറ്റിൽ കേട്ടോ. വീഡിയോ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എന്നെ പറ്റിയിട്ടും എൻ്റെ ഫാമിലിനെ പറ്റിയിട്ടും പറയാമെന്നും പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ അത് പറയും. ഈ ഒരു വീക്ക് ഇൻ മൈ ലൈഫ് കഴിഞ്ഞാൽ ഞാൻ അത് പറയാം കേട്ടോ. അപ്പം എന്താ, ഇപ്പോൾ ഫെബ എൻ്റെ വീഡിയോ കാണുന്നില്ല, കമൻറ്റ് വരുന്നില്ല. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഞാൻ അതൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പം എന്താ, ഞാനങ്ങനെ ഉച്ചവരെ ഉള്ളത് എൻ്റെ ഒരു ഇത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇനി ഞാനൊന്ന് കിടന്നുറങ്ങട്ടെ കേട്ടോ. ഉറക്കം എനിക്ക് അങ്ങനെ ഇന്ന് അത്രയും ഒരു ക്ഷീണം വരുന്നില്ല, എന്നാലും ഞാൻ കിടന്നാൽ ഉറങ്ങും കേട്ടോ. അപ്പോൾ വീട്ടിലും കൂടെ വിളിച്ചിട്ട് കിടന്നാൽ ഞാനങ്ങ് ഉറങ്ങും. പിന്നെ എന്ന് വെച്ചാൽ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്, അത് ചിലപ്പോൾ ഞാൻ വൈകുന്നേരം ചെയ്യുള്ളൂ, അറിയില്ല. എൻ്റെ ഉറങ്ങിയിട്ട് ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഞാൻ കിടന്നുറങ്ങും. അപ്പോൾ 2-3 ഷോട്ട് ചെയ്യട്ടെ. ഇന്നലെ ചെയ്തില്ല ഗൈസ്, അതെങ്കിലും ചെയ്തിട്ടെ ഗൈസ്. അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ടു, അപ്ലോഡ് ചെയ്തില്ല. അപ്ലോഡ് ചെയ്യാൻ ഉച്ചയല്ലേ ആയുള്ളായിരുന്നു. അപ്പോൾ ഞാൻ വൈകുന്നേരം അല്ലേ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് വൈകുന്നേരമൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാനിപ്പോൾ ഒരു സമയം എത്ര ആയെന്തോ 3:30-3:45 തോന്നുന്നു, 3:45-4 മണിയായി. അപ്പം ഞാൻ എഴുന്നേറ്റു. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എന്നത്തേൻ്റെ അത്രയും ഒരു ക്ഷീണം ഇന്ന് തോന്നുന്നില്ല, അതുകൊണ്ടായിരിക്കും 3:45 ഞാൻ എഴുന്നേറ്റ് ഒരു ചായയൊക്കെ ഇടാനുള്ള മൂടൊക്കെ തോന്നി. അപ്പം ഞാൻ എണീറ്റൊരു ചായയൊക്കെ ഇട്ടു, ഒരു കട്ടൻ ചായയൊക്കെ ഇട്ടു. പിന്നൊരു ബിസ്ക്കറ്റ് കേട്ടോ, ഡാർക്ക് ഫാൻറ്റസിയുടെ ഒരു ബിസ്ക്കറ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ചായയും ബിസ്ക്കറ്റും കഴിക്കാം. അപ്പോൾ അതേ ഉറക്കം പോയിട്ടില്ല മര്യാദയ്ക്ക്. അപ്പോൾ അതേ ഞാൻ ചായ ഇട്ടിട്ടുണ്ട്, പിന്നെ നമ്മുടെ ബിസ്ക്കറ്റ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് കഴിക്കാം. അപ്പോൾ അതേ നമ്മളങ്ങനെ വിജയകരമായി ചായ എന്ത് കുടിച്ചു കഴിഞ്ഞപ്പോൾ, സാധാരണ ചായ കുടിക്കുമ്പോൾ എല്ലാവർക്കും സാധാരണ ചായ കുടിക്കുമ്പോൾ എല്ലാവർക്കും ഞാൻ ചെറിയ ലൈറ്റായിട്ട് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്ലാഷ് അതിൻ്റെ വെട്ടക്കുറവ് കാണും. അപ്പോൾ സാധാരണ എല്ലാവർക്കും ചായ കുടിക്കുമ്പോൾ ഉറക്കം പോവുകയാണ് ചെയ്യാറ്. പക്ഷേ എനിക്കെന്തോ ബിസ്ക്കറ്റ് മധുരമുള്ള കഴിച്ചിട്ടാന്ന് തോന്നുന്നു പിന്നെയും ഒരു തൂക്കം ഉറക്കം വരുന്നു. ഉറക്കമായിട്ട് വരുന്നില്ല, ഭയങ്കര ഒരു ക്ഷീണം. എന്താ പറയുക, നേരത്തെ ടൈമിൽ ഞാൻ ഈ ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ചപ്പോൾ എനിക്കും ഓക്കെ കൊള്ളായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം എന്താ അറിയത്തില്ല, എനിക്കൊരു പനി വന്നതിന് ശേഷമാണ് എനിക്ക് മധുരം ഇത്രത്തോളം ഇഷ്ടമുള്ളൊരു കൊച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മധുരം എന്ന് വെച്ചാൽ ഞാൻ എത്ര വേണമെങ്കിലും കഴിക്കും. പക്ഷെ എനിക്കൊരു പനി വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു കേട്ടോ, എനിക്കറിയില്ല. ബട്ട് എനിക്ക് മധുരം ഒരു പരിധി വിട്ട് കഴിക്കുമ്പോൾ എനിക്കെന്തോ ഛർദ്ദിക്കാൻ വരുന്ന പോലെയൊക്കെ തോന്നും. അപ്പം അത് അത്യാവശ്യം ചോക്ലേറ്റിയാണ്. അപ്പം എനിക്ക് ചോക്ലേറ്റിൻ്റെ ഐറ്റംസ് ഒക്കെ ഞാൻ ഏതൊരു വീഡിയോസ് പറഞ്ഞിട്ട് ചോക്ലേറ്റ് ബിസ്ക്കറ്റ്സാണ് കൂടുതൽ ഇഷ്ടമാണ്. കാരണം എനിക്ക് ചോക്ലേറ്റ് ഞാൻ എത്ര തന്നാലും ഞാൻ കഴിക്കും. അപ്പോൾ ഇപ്പം വന്നിട്ട് ഈ ഒരു ബിസ്ക്കറ്റ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചപ്പോൾ ഒരു ദിവസം തന്നെ ഞാൻ 3-4 പാക്കറ്റൊക്കെ തിന്നും. കാരണം എനിക്കിഷ്ടമാണ്, ഞാൻ തീർക്കും. അപ്പോൾ പക്ഷേ ഇപ്പോൾ എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഇതിനകത്തുനിന്ന് ഒരു പാക്കറ്റ് മുഴുവൻ
ഇതിനകത്ത് എനിക്കറിയത്തില്ല, ഒരു പാക്കിൽ ഒരു 10-12 അത് 15 കാണുമെന്ന് തോന്നുന്നു. ഒരു കുറച്ച് തിന്ന് കഴിയുമ്പോഴേ ലാസ്റ്റ് ഒരു 3-4 ബാലൻസ് വരുന്ന ആ ഒരു രീതിയിലൊക്കെ ആകുമ്പോഴേ എനിക്ക് ഒരു മത്ത് വരുന്ന പോലെ തോന്നും. നല്ല ചോക്ലേറ്റിയാണ് കേട്ടോ ഇത്. ബിസ്ക്കറ്റും ചോക്ലേറ്റിയാണ്, പിന്നെ അതിനകത്ത് കുക്കീസൊക്കെ ഇട്ടിട്ടുണ്ട്, ചോക്ലേറ്റ്സ് ഇട്ടിട്ടുണ്ട്. അപ്പം നല്ല ചോക്ലേറ്റിയാണ്. അപ്പം എനിക്ക് ലാസ്റ്റ് ഒരു 3-4 ബാലൻസ് വരുന്ന രീതിയിലാകുമ്പോഴത്തേക്കും എനിക്ക് മത്തടിക്കണമല്ലോ, എന്നാലും ഞാൻ തീർക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും അതുപോലെ തന്നെയായിരുന്നു, പക്ഷെ ഞാൻ തിന്നു കഴിഞ്ഞ് തീർത്തു. അപ്പോൾ എനിക്കിങ്ങനെ ഒരുമാതിരി എന്താ പറയുക, ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ്, ഇങ്ങനെ വൊമിറ്റ് ചെയ്യാൻ വരുന്നതാണോ അല്ലെങ്കിൽ എന്താണെന്നറിയാം, ഇതിലൊരുമാതിരി ഒരു അസ്വസ്ഥത പോലെ ഫീൽ ചെയ്യും. പിന്നെ വയർ ഓവറായിട്ട് നിറയണ പോലെ ഒന്നും. ആകെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റാണ് കഴിച്ചത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ 2-3 പാക്കറ്റ് കഴിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ തിരിച്ചു വരും. ഞാൻ എൻ്റെ ബിസ്ക്കറ്റ്സൊക്കെ ഞാൻ കഴിച്ച് ഞാൻ ശീലമാക്കും. അപ്പോൾ ഇപ്പം എന്തായാലും എനിക്ക് നല്ല ക്ഷീണം വരുന്നുണ്ട് കേട്ടോ. പറഞ്ഞ പോലെ വയറൊന്നും നല്ലോണം നിറഞ്ഞു. ഞാൻ ഇന്നലെ രാത്രി ഫുഡ് കഴിക്കാത്തതിൻ്റെ മെയിൻ റീസൺ ഈ ബിസ്ക്കറ്റാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, 2 പാക്കറ്റ് ബിസ്ക്കറ്റൊക്കെ ദഹിക്കേണ്ട സമയം കഴിഞ്ഞു, പക്ഷെ ദഹിച്ചിട്ട് എനിക്ക് വിശക്കുന്നില്ല. അതാണ് മെയിൻ കാരണം, വിശപ്പില്ല. വയറിങ്ങനെ നിറഞ്ഞിരിക്കുന്ന പോലെ വന്നു. അപ്പോൾ ഇപ്പം ഞാൻ ബിസ്ക്കറ്റ് കഴിച്ചിട്ടുണ്ട്. രാത്രിയിലെ അവസ്ഥ എന്താവും അറിയില്ല. അപ്പം ഞാൻ എന്തായാലും ഒന്നും കൂടെ കിടക്കട്ടെ, കുറച്ച് നേരം കൂടെ. കാരണം എണീറ്റിരുന്നിട്ട് എനിക്ക് ഇന്ന് കുറച്ചധികം നോട്ട്സ് ഉണ്ട്, എന്നാലും അത് രാത്രി തീർക്കാനേ കാണുള്ളൂ. രാത്രിയിൽ കുറച്ച് ഫോണിൽ വയ്ക്കിയാൽ അത് എഴുതി തീർക്കാം, നോക്കുകയും ചെയ്യാം. ഓക്കെ, കുടയാട്ടോ. അപ്പം ഞാൻ നോക്കിയത് അത് എന്താണ് കാണുന്നത് സൈഡിൽ ഇവിടെ. അപ്പം എന്താ, ഞാൻ കുറച്ച് നേരം കിടക്കട്ടെ. വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തിട്ടു. അപ്പം ഇപ്പം അപ്ലോഡ് ചെയ്യാനും കൂടെ ഇട്ടേക്കാം. ഞാൻ ഇന്നലത്തേന് തമ്മിലും പോലും എഡിറ്റ് ചെയ്തിട്ടില്ല.